നിലപാട് ഘടിപ്പിച്ച് ലോ അക്കാദമി മാനേജ്മെന്റ് രംഗത്ത്. ലക്ഷ്മി നായരെ രാജിവെപ്പിച്ചുകൊണ്ട് ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് ഡയറക്ടർ നാരായണൻ നായരൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. നടക്കാത്ത കാര്യം ഉന്നയിച്ചാൽ ഇനി വഴങ്ങിക്കൊടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. SFIയുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമി പതിച്ചു ലഭിക്കുന്നതിന് സർക്കാർ പറഞ്ഞ തുക അടച്ചതിന് ശേഷമാണ് അക്കാദമിക്ക് ഭൂമി ലഭിച്ചതെന്നും നാരായണൻ നായർ വ്യക്തമാക്കി. ലോ അക്കാദമി സമരം 27ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് നിലപാട് വിശദീകരിച്ച് ഡയറക്ടർ നാരായണൻ നായർ രംഗത്തെത്തിയത്. വിദ്യാർത്ഥികളുമായി പലവട്ടം ചർച്ച നടത്തി കഴിഞ്ഞു, പ്രിൻസിപ്പലിനെ മാറ്റിക്കഴിഞ്ഞു, രാജിവെക്കുന്ന പ്രശ്നം ഇനി ഉദിക്കുന്നേയില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. രാജി ആവശ്യപ്പെടാൻ തീരുമാനിക്കുന്നില്ല, രാജിവെക്കാൻ തീരുമാനിക്കുന്നില്ല, മാറ്റി നിർത്താനേ ഉള്ളൂ. 27 കൊല്ലത്തെ സർവീസ് ഉണ്ടാവും ഇവിടെ. അതിന് ഒരുപാട് അവകാശങ്ങൾ ഏർപ്പാടൊക്കെ കിട്ടി. രാജിവെച്ചിട്ടൊക്കെ പോകാനൊക്കെ രാജിവെക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ. ഇതിന് താഴോട്ട് പോകാൻ കാര്യമില്ല. SFIയുമായി മാത്രം ചർച്ച നടത്തി ഒത്തുകളിച്ചു എന്ന ആരോപണത്തിന് മറുപടി ഇങ്ങനെ. അതായത് എല്ലാവരെയും വിളിച്ച് ചർച്ച നടത്തിയതിൽ രാജിയുണ്ടോ, മൂന്നാമത്തെ തവണയും അത് രാജിയുണ്ടോ എന്ന് ചോദിച്ചാണ് എല്ലാം ഇറങ്ങിപ്പോയത്. ഇവർ മാത്രം ഇരുന്നത്. ഇറങ്ങിപ്പോയത് മാത്രമല്ല, അവർ തിരിച്ചു വന്നിട്ട് SFIയെ കൂടെ ഇറക്കാനുള്ള ശ്രമവും നടത്തി. അവർ പോയില്ല. അവർ ഞങ്ങളിത് കേട്ടിട്ടേ വേണം, ഞങ്ങൾ രാജിയുടെ മുദ്രാവാക്യം വയ്ക്കുന്നതന്നെയാണ്. ലോ അക്കാദമി ഇരിക്കുന്ന ഭൂമി പതിച്ചു ലഭിക്കുന്നതിന് സർക്കാർ പറഞ്ഞ തുക താൻ കെട്ടിവെച്ചതായും നാരായണ നായർ പറഞ്ഞു. പതിച്ചു തരുമ്പോൾ ഇത് കൊടുത്താണ് പിന്നെ പതിച്ചത്. ആ കണ്ടീഷൻ അതാണ് അടയ്ക്കുന്നത്. ഒരു കണ്ടീഷനാണ് പ്രധാനമായിട്ടുള്ളത്, അതായത് ആ കാലിഡേറ്റ് ചെയ്യുള്ള വസ്തു വിറ്റുകൂടാ, അതേ ഉള്ള കണ്ടീഷൻ. പണമടച്ചാണ് ഈ ഭൂമി വാങ്ങിയത്. പണം അടച്ചു. എത്ര അവർ പറഞ്ഞു, സർക്കാർ പറഞ്ഞ പണം അടച്ചു. എത്ര രൂപയാണ്? എത്രയാണെന്ന് ഓർമ്മയില്ല. എത്ര അവർ പറഞ്ഞ പൈസ. K. മുരളീധരൻ സമരമിരിക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു. K. കരുണാകരൻ്റെ കാലത്താണ് പതിച്ചു തന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ K. മുരളീധരനാണ് ഈ ഭൂമി ഇപ്പോൾ തിരികെ എടുക്കുന്നത്. അതെ, അങ്ങനെ രാഷ്ട്രീയമായിട്ട് സുധീരം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അയാൾക്ക് താല്പര്യമൊന്നുമില്ല. അങ്ങനെ കോളേജിൻ്റെ ഡയറക്ടർ കൂടിയായ കുലിയക്കോട് നാരായണ നായരുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കില്ല, അതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും ഇനി മാനേജ്മെൻറ്റ് തയ്യാറല്ല. കാരണം ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു തരത്തിലുള്ള ഈ രാജി എന്ന നിലപാടിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇനി സാധ്യമല്ല. വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളപ്പോൾ അവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോളേജ് തുറക്കാൻ തയ്യാറാണ്. ചോര വീഴ്ത്തിക്കൊണ്ട് ഇവിടെ ഈ കലാലയം തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനോടൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം.